ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ഈ ഒരു പോഡ്കാസ്റ്റ് തീരുമ്പോഴേക്കും എനിക്ക് സെൽഫ് ക്രിറ്റിസിസം ആണോ കൂടുതൽ, എനിക്ക് സെൽഫ് കമ്പാഷൻ ആണോ കൂടുതലെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണെന്ന് വെച്ചാൽ എന്താ എനിക്കും 70% മാർക്ക് കിട്ടിയിട്ടുള്ളൂ, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം 70 എബോവ് മേടിക്കാം. ഹലോ എവരിവൺ, സോ വെൽക്കം ബാക്ക് ടു എക്സ്പ്ലോറേഷൻ യൂട്യൂബ് ചാനൽ. സോ ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ് ആണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് അത് ഒന്ന് കാണാൻ ശ്രമിക്കാം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് സെൽഫ് ക്രിറ്റിസിസം ആൻഡ് സെൽഫ് കമ്പാഷൻ. പലരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ഈ സെൽഫ് ക്രിറ്റിസിസം ആൻഡ് സെൽഫ് കമ്പാഷനും. ആദ്യം തന്നെ നമുക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടി കൂടി ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ സെൽഫ് ക്രിറ്റിസിസം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കുഞ്ഞൊരു മിസ്റ്റേക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറ്. ഒരു കുഞ്ഞ പ്രശ്നമായിരിക്കും, നമ്മളത് ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ കുറേ മറ്റാരേക്കാളും നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു 70% മാർക്ക് കിട്ടി, എന്നാൽ നമ്മൾ ഇങ്ങനെ ഇത്ര ഈസി ആയിട്ടുള്ള പേപ്പറായിട്ടും എനിക്ക് എന്താ 70% കിട്ടിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കണില്ല, ഇത്രയും പഠിച്ചുകൊണ്ട് 70% കിട്ടി, ഇനി കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല മാർക്ക് കിട്ടും, പ്രൗഡ് ഓഫ് യുവർ സെൽഫ് എന്നൊക്കെ നമ്മൾ ഒരിക്കലും പറയാറില്ല. നമ്മളെപ്പോഴും അപ്പോഴും 70% കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ചുമ്മാ ഒന്ന് വീണ് അപ്പോൾ തന്നെ നമ്മളെ തന്നെ പറയാം, ഞാൻ എന്തൊക്കെ ഇടുന്ന് കാണിക്കണേ, ഞാൻ എന്തിങ്ങനെ കാണിക്കണേ. എല്ലാം നമ്മളെ തന്നെയാണ്. അല്ലാണ്ട് ഒരിക്കലും സാരമില്ല, എല്ലാവരും വീഴും എന്നൊരിക്കലും വിചാരിക്കണില്ല. ഈ പറയുന്ന സംഭവത്തിനെയാണ് സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എന്നാൽ സെൽഫ് കമ്പാഷനോ, അത് ചിലവർക്കേ ഉള്ളൂ. ഈ ഒരു സെൽഫ് കമ്പാഷൻ, സാരമില്ല, വീണ് നമുക്ക് എണീക്കാം, എല്ലാവർക്കും തെറ്റ് പറ്റും, സാരമില്ല എന്ന് ഒരിക്കലും വിചാരിക്കണില്ല. ഈ പറയുന്ന സാരമില്ല ഫിദ, നമുക്കിത് എണീറ്റ് നടക്കാം, ഒരു വിഷയമില്ല, നമ്മൾ വീണെന്ന് വെച്ചാൽ എന്താ എണീക്കും, 70% മാർക്ക് കിട്ടിയിട്ടുള്ളൂ, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം 70 എബോവ് മേടിക്കാം. ഇതിനെയാണ് പറയുന്നത് സെൽഫ് കമ്പാഷൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെൽഫ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ ഒരു പോഡ്കാസ്റ്റിൽ അതും കൂടി ഇൻക്ലൂഡ് ആക്കാമെന്ന്. ആദ്യം തന്നെ കുറച്ച് ടിപ്സ് ഉണ്ട്, ലൈക്ക് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. ഞാനിപ്പോൾ സെൽഫ് ക്രിറ്റിസിസം, നമ്മൾ സെൽഫ് കമ്പാഷൻ ആണല്ലോ ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക്ക്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം. ഈ ഒരു പോഡ്കാസ്റ്റ് തീരുമ്പോഴേക്കും എനിക്ക് സെൽഫ് ക്രിറ്റിസിസം ആണോ കൂടുതൽ, എനിക്ക് സെൽഫ് കമ്പാഷൻ ആണോ കൂടുതലെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ടിപ്സൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ അതെങ്ങനെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. സോ ഞാൻ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ ഫോണിൽ റെഡി ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാമായിട്ടുള്ള പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഭയങ്കര കാമായിട്ട് ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് ഒരു ക്വൈറ്റ് പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നിട്ട് ഒരു കുഞ്ഞ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഫോൺ നോട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു 2-3 ഡീപ് ബ്രെത്ത് ഒക്കെ എടുത്ത് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയി കഴിഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എൻ്റെ പോഡ്കാസ്റ്റ് ആണെങ്കിൽ ലൈക്ക് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് യെസ്, നോ ഓർ സംടൈംസ് ഈ 3 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത് ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്യുക. ഈ ഫിദ പറയുന്ന കാര്യത്തിൽ ശരിയാണ്, എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്, യെസ്, അല്ലെങ്കിൽ ഇല്ല ഞാൻ ഇത് ചെയ്തിട്ടേ ഇല്ല, നോ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്, സംടൈംസ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു പാറ്റേൺ നോക്കണം. യെസ് ആണോ നോ ആണോ കൂടുതൽ, അല്ലെങ്കിൽ സെൽഫ് ക്രിറ്റിസിസം ആണോ എൻ്റെ കൂടുതലുള്ളത്, അല്ലെങ്കിൽ സെൽഫ് കമ്പാഷൻ ആണോ കൂടുതലുള്ളത്. ഇങ്ങനെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യുന്നത്. കാരണം എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റൂല, എന്നെ തന്നെ മനസ്സിലാക്കാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തണമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇനി എന്ത് ചെയ്യാൻ പറ്റും, നാളത്തേക്ക് വെക്കാൻ പാടില്ല, ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കണം. സോ ഇതാണ് ടിപ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ 20 ക്വസ്റ്റ്യൻസ് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ChatGPT. അതെ, അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിൽ
സെൽഫ് കമ്പാഷനും ഉണ്ടാവും, സെൽഫ് ക്രിറ്റിസിസും ഉണ്ടാവും. ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഞാനത് ഇംഗ്ലീഷിലും പറയാം, മലയാളത്തിലും പറയാം. സോ നിങ്ങളൊരു ബുക്കൊക്കെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കാനായിട്ട്. റെഡിയാണോ? സോ ആദ്യം തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് പറയും. യെസ്, നോ, സംടൈംസ്, ഈ 3 ഓപ്ഷൻസിൽ ഒരെണ്ണം നിങ്ങൾ എഴുതണം. റെഡിയല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാനായിട്ട്, ഡു ഐ ജഡ്ജ് മൈസെൽഫ് മോർ ഹാർഷ്ലി ദൻ ഐ ജഡ്ജ് അതേഴ്സ്? ഞാൻ മറ്റുള്ളവരെക്കാൾ കടുപ്പത്തോടെ തന്നെയാണോ സ്വയം വിലയിരുത്തുന്നത്? നമ്മൾ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുമല്ലോ, സ്വാഭാവികമല്ലേ? നമ്മൾ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുന്ന അത്രയും ഹാർഷായിട്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടാണ് ഞാൻ എന്നെ തന്നെ ഹാർഷ് ചെയ്യാറ് ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ഞാൻ സംഭവിക്കുമ്പോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ഐ സീ മിസ്റ്റേക്സ് ആസ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ? തെറ്റുകൾ പഠിക്കാൻ അവസരങ്ങളായി ഞാൻ കാണുന്നുണ്ടോ? പലരും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതിൽ നിന്നൊരു ലെസൺ പഠിച്ചിട്ട് അത് ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാറാണ് പതിവ്. ആൻഡ് അങ്ങനെ അല്ലാത്തവരാണ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ പരാജയമായി മാറുന്നത്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, വെൻ ഐ ഫെയിൽ ഡു ഐ ഇമ്മീഡിയറ്റ്ലി ബ്ലെയിം മൈസെൽഫ്? ഞാൻ പരാജയപ്പെടുമ്പോൾ ഉടൻ തന്നെ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ? എനിക്കൊരു കുഞ്ഞു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളൂ, എന്നാൽ പോലും പെട്ടെന്ന് തന്നെ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ഒന്ന് ചുമ്മാ നടന്നു വീണ് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് അയ്യോ എന്ന് പറയണേക്കാളും മുന്നേ നമ്മൾ പറയുന്നത് ചിലപ്പോൾ എന്താ ഞാനെന്ത് ഇങ്ങനെ കാണിക്കണേ എന്നായിരിക്കും. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വെൻ ഐ ഫെയിൽ ഡു ഐ എൻകറേജ് മൈസെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് പണിഷിങ് മൈസെൽഫ്? ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെടുമ്പോൾ സ്വയം ശിക്ഷിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഒരു കുഞ്ഞു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഓക്കെ, നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യണതിന് ഉപരി നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ, സാരമില്ല, നീ ഇത്രയും നടന്നല്ല, എന്നിട്ടല്ലേ വീണത്, കുഴപ്പമില്ല എന്നാണോ നിങ്ങൾ പറയാറ്? ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡു ഐ ഓഫ്റ്റൻ ഫീൽ ഗിൽറ്റി ഫോർ റെസ്റ്റിംഗ് ഓർ ടേക്കിംഗ് ബ്രേക്സ്? വിശ്രമിക്കുമ്പോഴും ഇടവേള എടുക്കുമ്പോഴും എനിക്ക് പലപ്പോഴും കുറ്റബോധം തോന്നാറുണ്ട്. ഇങ്ങനെ കുറേ വർക്ക് ഉണ്ട്, എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലും നമുക്ക് കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുക എന്ന് വിചാരിച്ചാൽ പോലും ഓക്കെ, എന്തിനായി ബ്രേക്ക് എടുക്കുന്നത്, എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നീ അത് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? And the sixth question, do I allow myself rest and kindness without guilt? ഞാൻ വിശ്രമിക്കുകയും സ്വയം സ്നേഹിക്കുകയും കുറ്റബോധമില്ലാതെ ചെയ്യുന്നുണ്ടോ? നമ്മൾ റെസ്റ്റ് എടുത്ത്, എനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്, എൻ്റെ ബോഡിക്കും എൻ്റെ മെൻ്റൽ ഹെൽത്തിനും റെസ്റ്റ് ആവശ്യമാണ്. സോ അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? അതും ഒന്ന് ആലോചിക്കണം. ആൻഡ് ദ സെവൻത് ക്വസ്റ്റ്യൻ, ഡു ഐ കമ്പയർ മൈ വീക്ക്നെസ് വിത്ത് അതർ സ്ട്രെങ്ത്? എൻ്റെ ദുർബലതകളെ മറ്റുള്ളവരുടെ ശക്തികളുമായി താരതമ്യം ചെയ്യാറുണ്ടോ? എല്ലാവർക്കും ഉള്ളതാണ് കമ്പയർ ചെയ്യുന്നത്. മറ്റുള്ളവരെ നമ്മൾ അവൻ അടിപൊളിയാണ്, ഞാൻ മാത്രം ഇങ്ങനായി പോയത്, അവന് കാശുണ്ട്, എനിക്ക് മാത്രം കാശുമില്ല, ബോധവും ഇല്ല, വെളിവുമില്ല എന്ന് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാറുണ്ടോ? ഡു ഐ മൈസെൽഫ് ക്രെഡിറ്റ് ഫോർ സ്മോൾ അച്ചീവ്മെൻറ്റ്സ്? ഒരു ചെറിയ വിജയങ്ങൾക്കും ഞാൻ സ്വയം പ്രശംസ കൊടുക്കുന്നുണ്ടോ? കുഞ്ഞ് അച്ചീവ്മെൻ്റ് ആയിരിക്കും, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സിന് പോലും അതെല്ലാവർക്കും പറ്റും എന്നിങ്ങനെ വെറുതെ തള്ളിക്കളയാണ്ട് ഓക്കെ ഫീൽ ദ പ്രൗഡ് ഓഫ് യു, നീ ചെയ്തില്ല എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഡു ഐ സെലിബ്രേറ്റ് സ്മോൾ ജോയ് വിത്തൗട്ട് ഗിൽറ്റ്? ചെറിയ സന്തോഷങ്ങൾ കുറ്റബോധമില്ലാതെ ഞാൻ ആഘോഷിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരിക്കും, പക്ഷേ കുറ്റബോധം ഇല്ലാണ്ട് ഓക്കെ നീ നേടി എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ആഘോഷിക്കാറുണ്ടോ? ഡു ഐ ബിലീവ് ഐ നീഡ് ടു ബി പെർഫെക്റ്റ് ടു ബി ലവ്ഡ് ഓർ റെസ്പെക്ട്? സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഞാൻ പൂർണ്ണനായിരിക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ലൈക്ക് ഒരാൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയാൽ മാത്രമേ അയാൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അയാൾ എന്നെ സ്നേഹിക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ടോ? ഡു ഐ റിമൈൻഡ് മൈസെൽഫ് ദാറ്റ് മിസ്റ്റേക്സ് ആർ പാർട്ട് ഓഫ് ബീങ് ഹ്യൂമൻ? മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് തെറ്റുകളെന്ന് സ്വയം ഓർമ്മിക്കുന്നുണ്ടോ? അതൊരു വലിയൊരു കാര്യമാണ്. കാര്യം എല്ലാ ഹ്യൂമൻസിനും മിസ്റ്റേക്ക് സംഭവിക്കും. എന്നാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമുക്ക് മാത്രമേ ഈ ലോകത്ത് മിസ്റ്റേക്ക് പറ്റുള്ളൂ എന്ന് ഉള്ള ചിന്തയിലാണ് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാറ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when someone criticize me, do I accept it as truth without questioning? ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാനത് ചോദ്യം ചെയ്യാതെ സത്യമാണെന്ന് ഏറ്റെടുക്കും. നമ്മളെപ്പറ്റി ഒരാൾ ഒരു കാര്യം പറയണേണ്, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്ന് പറയണേണ്, നമ്മ ഓക്കെ ശരിയാ എന്നെ കൊണ്ട് ഒന്നും കൊള്ളൂല എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കാറുണ്ടോ? എന്നാൽ നമുക്ക് വേറെ ആയിട്ട് ചിന്തിക്കാം, എന്താ അതിന് അയാൾക്ക് എന്ത് യോഗ്യത, എനിക്ക് എന്നെ അറിയാം, ഓക്കെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അയാൾക്ക് എന്തറിയാം, ഒന്നുമില്ല എന്ന് ഒരിക്കലും നമ്മൾ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നിനോ നിൽക്കാണ്ട് ശരിയാ അയാൾ പറഞ്ഞത് കംപ്ലീറ്റ്ലി നമ്മളത് ഓക്കെ സമ്മതിക്കുന്നു എന്ന് നമ്മൾ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ്,
ഡു ഐ പണിഷ് മൈസെൽഫ് ബിയോണ്ട് ലിമിറ്റ്സ് എവൻ വെൻ ഐ എം ടയേർഡ് ഓർ സിക്ക്? ഞാൻ ക്ഷീണിതനാണോ രോഗിയായാലും എൻ്റെ പരിമിതികൾക്കപ്പുറം തന്നെ തള്ളിക്കൊണ്ടു പോകുന്നുണ്ടോ? ലൈക്ക് ഒരു ലിമിറ്റ്, നമുക്കും അതെ, ഒരു റെസ്റ്റിംഗ് ടൈം വേണം. നമ്മളൊരു ലിമിറ്റ് ഇല്ലാണ്ട് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യണം. നമ്മളെ തന്നെ ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കണായിരിക്കും. മനസ്സിലായോ? നമുക്കും ഈ ക്ഷീണവും എല്ലാം ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യണം, എന്നാലാണ് നമ്മുടെ മൈൻഡൊക്കെ ഓക്കെ ആകുള്ളൂ. നമ്മളത് മനസ്സിലാക്കാണ്ട് നമ്മളെ തന്നെ പണിഷ് ചെയ്യാറുണ്ടോ? ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ഐ ട്രീറ്റ് മൈസെൽഫ് ദ സെയിം വേ ഐ വുഡ് ട്രീറ്റ് എ ക്ലോസ് ഫ്രണ്ട് ഇൻ ഡിഫിക്കൽട്ടി? നമുക്കൊരു ഫ്രണ്ടിന്, ഒരു ക്ലോസ് ഫ്രണ്ടിന് ഒരു ഡിഫിക്കൽട്ട് സമയം തന്നെയാണ്. ഷീ നീഡ് ടൈം, അല്ലെങ്കിൽ ഷീ നീഡ് കംഫേർട്ട്, എല്ലാം വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്ലോസ് ഫ്രണ്ടിനാണെങ്കിലും ഓക്കെ നമ്മളിങ്ങനെ ഓക്കെ സാരമില്ല, ഞാൻ ഉണ്ട് കൂടെ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും, നിനക്ക് എന്താ പ്രശ്നം, നീ മൈൻഡ് പറഞ്ഞ് സംസാരിക്കുക, നമുക്കൊന്ന് പുറത്തു പോയാലാ എന്ന് നമ്മൾ ക്ലോസ് ഫ്രണ്ടിനോട് പറയും. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഡിഫിക്കൽട്ട് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാറ്? ഒന്ന് ചിന്തിച്ച് നോക്കൂ ആൻഡ് ആൻസർ ചൂസ് ചെയ്യണം. യെസ് നോ ഓർ സംടൈംസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17th ക്വസ്റ്റ്യൻ ആണ്. ഡു ഐ ഓഫ്റ്റൻ ഫീൽ ഐ ആം നോട്ട് ഇനഫ് നോ മാറ്റർ ഹൗ മച്ച് ഐ അച്ചീവ്? ഞാൻ എന്ത് നേടിയിട്ടും, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടും ഞാൻ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ ഞാൻ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ഐ മോട്ടിവേറ്റ് മൈസെൽഫ് ത്രൂ എൻകറേജ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫിയർ? നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആവുന്നത് എന്തെങ്കിലും ഒരു പേടി കൊണ്ടല്ലാണ്ട്, ഓക്കെ നിന്നെ കൊണ്ട് പറ്റും, അല്ലാണ്ട് പേടിച്ചിട്ടല്ല, അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? വാട്ട് കൈൻഡ് ഓഫ് ഇന്നർ വോയിസ് ഡു ഐ മോസ്റ്റ്ലി ഹിയർ, ക്രിറ്റിക്കൽ ഓർ കമ്പാഷനേറ്റ്? ഈ ഇന്നർ വോയിസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാവുമ്പോൾ ആദ്യം നമ്മുടെ ഇന്നർ വോയിസാണ് കയറി വരുന്നത്. ഈ ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നിന്നെയോട് പറ്റും, ഇതാ കുഴപ്പമില്ല എന്നാണോ, അല്ലെങ്കിൽ നിന്നെയോട് പോരാ, നീ അത് പിന്മാറ് എന്നാണോ നിങ്ങൾ കൂടുതൽ കേൾക്കാറ്? ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ ഇറ്റ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് ഐ ഡിഡ്, what would I say to them? Do I say the same thing to myself? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മിസ്റ്റേക്ക് ചെയ്തു, കുഞ്ഞ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? പക്ഷേ കുഞ്ഞ കാര്യത്തിനാണ് എന്താ കാണിക്കണേ, ഇത് കുഞ്ഞ കാര്യമില്ല, ഇനിയിപ്പോൾ എന്താ ഇത് നമ്മൾ ഫ്രണ്ട്സിനോട് പറയും. ഈ സെയിം കാര്യം നിങ്ങളോട് തന്നെ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഈ 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ യെസ് എന്നാണെങ്കിൽ ഓക്കെ, ലൈഫിൽ ഒരു കുഞ്ഞൊരു ഇൻസിഡൻറ്റ് ഒന്ന് എഴുതാം, ഓക്കെ ഇതുകൊണ്ടാണ്. നോ ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ സംടൈംസ് ആണെങ്കിൽ ഈ സംടൈംസ് എങ്ങനെ വന്നു എന്നും കൂടി എഴുതാം. ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു പാറ്റേൺ നോക്ക്. എന്നെ കൂടുതൽ ഞാൻ തന്നെ ഹാർഷ് ചെയ്യാറാണോ കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കംഫേർട്ട് ചെയ്യാനാണോ കൂടുതൽ? ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഞാൻ കൂടുതൽ എന്താണ് ചെയ്യാറ്, സെൽഫ് ക്രിറ്റിസിസം ആണോ, സെൽഫ് കമ്പാഷൻ ആണോ? ലൈക്ക് കുറേ എല്ലാ വീഡിയോസിലാണെങ്കിലും പലയിടത്തും സോഷ്യൽ മീഡിയസിലൊക്കെ കൂടുതൽ കാണുന്നത് ലവ് യുവർ സെൽഫ്. അതെ, ലവ് ചെയ്യണം, സെൽഫ് റെസ്പെക്റ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ട് മതി ബാക്കിയുള്ളവർക്ക് ചെയ്യൽ. കാര്യം നമ്മളെ മനസ്സിലാക്കാൻ നമ്മളേ ഉള്ളൂ, നമ്മളെ കംഫേർട്ട് ചെയ്യാൻ നമ്മളെ ഉണ്ടാകുള്ളൂ. ഒരു ഏറ്റവും വേസ്റ്റ് മൊമെൻറ്റിലും നമ്മളെ കൂടെ പിടിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാകുള്ളൂ. അതാരും മനസ്സിലാക്കാണ്ട് എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിയിട്ടും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതൊന്നുമല്ല. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മളിങ്ങനെ എപ്പോഴും ഈ മൈൻഡിനെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നതാണ്. നിന്നെ കൊണ്ടൊന്നും പറ്റൂല, ഒന്നിനും കൊള്ളൂല എന്ന് നമ്മൾ സെൽഫായിട്ട് തന്നെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാവശ്യം വരുമ്പോൾ മൈൻഡ് തന്നെ പറയും, ഓക്കെ നിന്നെ കൂടെ പറ്റൂല, സോ എന്തിനാ ഇത് എപ്പോഴും ഒരു നമ്മളോടാണെങ്കിലും ഒരു കാര്യം പലതവണ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതിലൊക്കെ അഡ്ജസ്റ്റ് ആയി മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും. കുറേ തവണ നിന്നെ കൊണ്ട് പറ്റൂല, ഈ ബാക്കിയുള്ളവർ പറയണ പോലെയല്ല, നമ്മളെ തന്നെ പറയുമ്പോൾ നമ്മൾ അത്രേ ഉള്ളൂ എന്ന് തന്നെ മൈൻഡിന് തോന്നും. ശരിയാ, ഒരു കാര്യം ഒരു ലിമിറ്റിന് ശേഷം നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും ഈ പറയുന്ന ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റൂല, നീ പൊട്ടിയാണ്, നീ മണ്ടിയാണ്, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഈ ലെവലിൽ നിൽക്കുള്ളൂ, ഒരിക്കലും ഈ ലെവലിൽ കൂടാൻ പോണില്ല. ഈ സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്കൊരു 3 ഡിവിഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഈ സെൽഫ് ക്രിറ്റിസിസം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതൊരു ക്ലാസിഫിക്കേഷനായിട്ടൊന്നും നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഇതൊന്നും നോക്കാനൊന്നും വേണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് കുറച്ച് കംപ്ലീറ്റ്ലി എന്താ പറയുക മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷനൊക്കെ ഞാൻ പറയുന്നത്. സോ ഈ സെൽഫ് ക്രിറ്റിസിസത്തിന് നമുക്ക് ഒന്ന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഭയങ്കര
ഭയങ്കര ഹാർഷ് സെൽഫ് ക്രിറ്റിസിസമാണ്. എന്ന് പറയുമ്പോൾ കുഞ്ഞു കാര്യത്തിന് വേണ്ടി നമ്മളെ അത്രയും ഹാർഷായിട്ട് വേറൊരാളും ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ, വേറെ ആരും നമ്മളെപ്പറ്റി പറയാത്ത രീതിയിൽ നമ്മളെ തന്നെ ഹാർഷായിട്ട് ബ്ലെയിം ചെയ്യാണ്. ഇതിനെ പറയുന്നതാണ് ഈ ഹാർഷ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കൂല. അത് നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കാണും. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര നിസ്സാരമായിട്ടേക്കും, ഞാൻ എന്നെ തന്നെ പറയണം അതിനിപ്പോൾ അന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം ഈ ഒരു പ്രശ്നം കൊണ്ട് വരാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സെൽഫ് ക്രിറ്റിസിസം. അത് ഏറ്റവും കൂടുതൽ കാണുന്നതാ. അവന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കെന്താ ചെയ്താ? അവന് 70%-നേക്കാൾ എബോവ് മാർക്കുണ്ട്, പക്ഷെ എനിക്ക് 70% ഉള്ളൂ. ഞാൻ ഇത്രയും പൊട്ടിയായിപ്പോയല്ല. അല്ലെങ്കിൽ അവന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ വലിയ സംഭവമായി, വലിയ എൻ്റർപ്രണറായി, ഞാനിപ്പോഴും ഒരു എംപ്ലോയി. അല്ലെങ്കിൽ അവന് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി, എനിക്കൊന്നും കിട്ടണില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ കമ്പയർ ചെയ്തിട്ട് അയാളുടെ സുഖങ്ങളും ഇതും നമ്മൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു ഫാമിലി വ്ലോഗ് കാണുമ്പോൾ വാവ് എന്ത് സന്തോഷം, അവരെന്ത് ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോണത്, ആ കപ്പിൾസ് എന്ത് രസമാണ്, അവർ എല്ലാം ആഗ്രഹിക്കുന്നതൊക്കെ അവരുടെ കൈകളിൽ കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം നമ്മളങ്ങോട്ട് നമ്മുടെ ഡ്രീം ലൈഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മുടെ ഡ്രീം ലൈഫ് അതാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ കമ്പാരിസൺ കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്താനേ സമയം ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മളിങ്ങനെ വിചാരിക്കണില്ല, അവർക്കൊരു ലൈഫുണ്ട്. ഈ കാണുന്ന ഓൺലൈൻ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ ലൈഫ്. ഈ പറയുന്ന ഹാപ്പി കപ്പിൾസൊക്കെ അവരെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കില്ല. നമ്മളൊരിക്കലും അതൊന്നും മനസ്സിലാക്കണില്ല. നമ്മൾ ജസ്റ്റ് ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ സന്തോഷങ്ങൾ കണ്ട് അസൂയപ്പെടുന്നത് മാത്രമാണ്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഫിയർ ബേസ്. നെക്സ്റ്റ് ഇതാണ് ഫിയർ ബേസ് ചെയ്തിട്ട് നമ്മുടെ സെൽഫ് ക്രിറ്റിസിസം. ഈ ഫിയർ ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ പേടി കാരണം ഇത് ശരിയാവില്ല, എന്നെയും കൊണ്ട് പറ്റൂല, ഇത് ശരിയാവില്ല എന്ന് നമ്മളിങ്ങനെ പറയുമല്ല. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണില്ല, എന്നെയും കൊണ്ട് പറ്റൂല. അതിനെയാണ് പറയുന്നത് ഫിയർ ബേസ്ഡ് സെൽഫ് ക്രിറ്റിസിസം. സോ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന കുറേ സെൽഫ് ക്രിറ്റിസിസത്തിൻ്റെ ഭാഗങ്ങൾ. നിങ്ങൾ തന്നെ മനസ്സിലാക്കല് ഏത് രീതിയിലാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഈ കമ്പയർ ചെയ്തിട്ടാണ്. ഞാനും ഈ കമ്പയർ ചെയ്തിട്ടായിരിക്കും ഞാനും കൂടുതൽ എന്നെ തന്നെ ബ്ലെയിം ചെയ്യാറ്. അല്ലെങ്കിൽ കുഞ്ഞ മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോണതാ. പക്ഷേ നമ്മളത് മാറ്റിയെടുക്കണം. ഞാനും ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മളേ ഉള്ളൂല്ല. ഇനി നമ്മളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൈൻഡ്, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് ഓക്കെ ആക്കി എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് കമ്പാഷൻ്റെ ഡിവിഷനാണ്. നമ്മൾ ഭയങ്കര കൈൻഡ്ഫുൾ ആയിരിക്കും. നമ്മളൊരു ഇതായിരിക്കും സാരമില്ല പോട്ടെ. നമ്മൾ ഭയങ്കര കെയറിങ് ആയിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത കെയറിങ് നമുക്ക് തന്നെ ആയിരിക്കും നമ്മൾ തന്നെ കൊടുക്കുന്നത്. സാരമില്ല, ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ ഫിദേ സാരമില്ല, നിന്നെ കൊണ്ട് ഇത്രയും പറ്റിയല്ല, ഇനി ബാക്കി ശ്രമിക്കുക, സാരമില്ല. നമ്മളെ തന്നെ കെയർ ചെയ്ത് സംസാരിക്കും. സെൽഫായിട്ട് നമ്മൾ തന്നെ കെയർ ചെയ്ത് സംസാരിക്കുന്നതിനെ പറയുന്നതാണ് ഈ കൈൻഡ്നെസ് കൊണ്ടുള്ള സെൽഫ് കമ്പാഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ ഹ്യൂമാനിറ്റി. നമ്മൾ വിചാരിക്കണേണ് മനുഷ്യനാണ്, തെറ്റുപറ്റും, എല്ലാവർക്കും തെറ്റുപറ്റും, എൻ്റെ ചുറ്റിനുള്ള എല്ലാവർക്കും തെറ്റുപറ്റും, അതുപോലെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുള്ളൂ, ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ തന്നെ വിചാരിക്കേണ്ട ഒരു കോമൺ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ കോമൺ ഒരു സൈക്കോളജി അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇത് ടൈം ഇങ്ങനെ പോകും, കുഴപ്പമില്ല, നമ്മൾ റെഡിയാക്കി എടുക്കും, നമുക്ക് സമയമുണ്ട്, നമ്മൾ റെഡിയാക്കി എടുക്കും, നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കണില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ മൈൻഡ്ഫുൾനെസ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻ നല്ല ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണതാണ്. എനിക്കിപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമോഷനാണ്, മറ്റുള്ളവർക്ക് ആ ഇമോഷൻ മനസ്സിലാവണം എന്നില്ല. ഇത് നിന്റെ ഇമോഷനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറെ ആൾക്കും അങ്ങനെ എൻ്റെ ഇമോഷൻ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആ ഒരു എന്താ പറയുക സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകും. ആ അണ്ടർസ്റ്റാൻഡിങ് വരാനും കുറച്ച് എന്താ പറയുക ലൈഫ് എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കും. ഇപ്പം ചെറിയ പ്രായത്തിലും അല്ലെങ്കിൽ ടീനേജേഴ്സിലും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ സെൽഫ് എന്താ പറയുക ഈ ക്രിറ്റിസിസം തന്നെയാണ്. അതിലിപ്പോൾ നമ്മളെ തെറ്റ് പറയാനും പറ്റൂല. സത്യം പറയാതെ നമ്മളെ തെറ്റ് പറയാനും പറ്റൂല. അതങ്ങനെയാണത്, നമുക്ക് റെഡിയാക്കി എടുക്കണം.
സെൽഫ് ക്രിറ്റിസിസത്തിൻ്റെ കോസസ് എന്ന് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഈ കുഞ്ഞാലത്ത് ചൈൽഡ്ഹുഡിലൊക്കെ കുറച്ച് ട്രോമ അനുഭവിച്ചവരുണ്ടാവും. ഈ പറയുന്ന സെൽഫ് ക്രിറ്റിസിസം നോർമലാണ്, ലൈക്ക് എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ കൂടുതലായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് ഞാൻ പറയുന്ന ഹാർഷായിട്ട് സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ എനിക്ക് തോന്നുന്നു, എൻ്റെ തോന്നലാണ്ടോ, ഈ ചൈൽഡ്ഹുഡിലൊക്കെ ഭയങ്കര ട്രോമ അനുഭവിച്ചവരുണ്ടാവൂലേ, ഈ റിലേറ്റീവ്സിൻ്റെ വായിൽ നിന്നിട്ടാണെങ്കിലും ബാക്കിയുള്ളവരുടെ വായിൽ നിന്നിട്ടാണെങ്കിലും ഇങ്ങനെ നീ ഒന്നിനും കൊള്ളാത്തവളാണ്, നീ ഒന്നിനും നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അത് ഈ ചെറുപ്പത്തിൽ അത് മൈൻഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് മനസ്സിൽ ശരിക്കും കൊള്ളും, അത് ഭാവിയിൽ അത് ട്രോമയായിട്ട് മാറുമെന്ന് പറയണ പോലെ തന്നെ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ മറ്റേ ഈ സിനിമയിലൊക്കെ ഈ റീവൈൻഡ് അടിച്ച് പോണ പോലെ ആ പണ്ടത്തെ ആ ഒരു റിലേറ്റീവ്സ് പറഞ്ഞതും അതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഇടന്നിട്ട് അങ്ങനെ വേറെ ആർക്കും ലൈക്ക് നമ്മൾ സ്വയം അങ്ങനെ ക്രിറ്റിസൈസ് ആയി പോണതായിരിക്കാം. അല്ലെങ്കിൽ പേടിച്ചിട്ട് ലൈക്ക് ഫെയിലിയർ പേടിച്ചിട്ട് എന്താ പറയുക, ഫെയിലിയർ സംഭവിക്കുമോ, തോക്കോ, ഞാനായതുകൊണ്ട് ചിലപ്പോൾ തോറ്റെന്ന് വരും, എനിക്ക് ഒരു ഭാഗ്യവും ഇല്ല, എനിക്ക് ഒരു ലക്കും ഇല്ല, ലക്ക് എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. നമ്മൾ സ്വയം ഇങ്ങനെ പറയണേണ് ലക്ക് നമ്മുടെ അടുത്ത് കൂടെ പോയിട്ടില്ല എന്ന്. സോ അതൊക്കെ പിന്നെ ഫെയിലിയർ പേടിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ കമ്പയർ ചെയ്യുന്നത് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് കമ്പാരിസൺ, ശരിക്കും കമ്പാരിസൺ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകും. അങ്ങനെ കമ്പാരിസൺ കാരണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ സോഷ്യൽ പ്രഷർ കാരണം. ഇപ്പോൾ വർക്കിലാണെങ്കിലും ഭയങ്കര പ്രഷർ, എന്നെ കൊണ്ട് പറ്റണില്ല എന്നുള്ള തോന്നൽ കാരണം ഉണ്ടാകുന്ന പ്രഷർ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ പ്രഷർ. നമ്മളിപ്പോൾ നമ്മുടെ കാരണം അല്ലാത്ത ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും എല്ലാവരും നമ്മുടെ മേലോട്ട് കയറും. അതൊക്കെ നമ്മുടെ ഒരു പ്രഷർ ബാധിച്ച് അങ്ങനെ ഉണ്ടാവുന്ന ഇതാണ്. പിന്നെ ഈ എഫക്റ്റ്, ഈ പറയുന്ന സെൽഫ് ക്രിറ്റിസിസത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത അപ്പുറത്തിന്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള എഫക്റ്റാണ് ഈ സെൽഫ് ക്രിറ്റിസിസം കാരണം ഉണ്ടാവുന്നത്. എല്ലാവരും നിസ്സാരമായിട്ട് കാണുന്ന, എല്ലാവരും ഓക്കെ സിമ്പിളായിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും പറയില്ല വെൽഡൻ നീ ചെയ്ത് ഒന്നും ഒരിക്കലും നമ്മൾ പറയുക, നമ്മളെപ്പോഴും കുറ്റപ്പെടുത്താനേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ആ ഒരു അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നേക്കാളും അപ്പുറം. ഈ മെൻ്റൽ ഹെൽത്തിലുണ്ടാകുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ തന്നെ നമുക്കിനി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ടിരിക്കണേണ്. മനസ്സിലായോ? ഇതൊക്കെ ഇതിൻ്റെ എഫക്റ്റുകളാണ്. നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ മനസ്സിലാക്കണില്ല, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മളൊരു കുഞ്ഞ് അച്ചീവ്മെൻറ്റ്സ് പോലും വേണ്ട, ലൈക്ക് ഈ കുഞ്ഞ് അച്ചീവ്മെൻറ്റ്സ് ഇതൊക്കെ എല്ലാവർക്കും പറ്റും. അപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തണേ. ബാക്കി ചുറ്റുമുള്ള ആരും ജഡ്ജ് ചെയ്യണേക്കാളും കൂടുതൽ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത് ആരാണ്? നമ്മളിങ്ങനെ പറയും ഈ അയൽക്കാർക്കൊക്കെ ഒന്നും വേറെ പണിയൊന്നുമില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇത് നമ്മൾ പറയും. പക്ഷെ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്ന കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന പോയിന്റ്സ് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക. എവിടെയെങ്കിലും നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്തൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ അത് ലൈഫിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. കേട്ടിരുന്നാൽ മാത്രം പോരാ, ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും ഈ സെൽഫ് ക്രിറ്റിസിസവും സെൽഫ് കമ്പാഷനൊക്കെ. സോ നമുക്കിതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞാലോ, ലൈക്ക് ഭയങ്കര ഈസി കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ടോക്ക്. ആരൊക്കെയാണ് ഈ സെൽഫ് ടോക്ക് ചെയ്യാറുള്ളത്? ലൈക്ക് ഞാൻ സെൽഫ് ടോക്കിൻ്റെ ഒരാളാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ റൂം അടച്ചിട്ടിട്ട് ഞാൻ ഇങ്ങനെ സ്വയം സംസാരിക്കും. പലരും ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഓക്കെ ഇതെന്താ പ്രാന്താണ്, എന്തൊക്കെ പ്രശ്നമുണ്ട്, കുറച്ച് ലൂസാണോ എന്നൊക്കെ നമ്മൾ ബാക്കിയുള്ളവർ വിചാരിച്ചാലും വെച്ച് നോക്കി, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കട്ടെ. പക്ഷെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അത്രയും നല്ലത്. ലൈക്ക് നമ്മൾ ബ്ലെയിം ചെയ്തിട്ടുള്ള സെൽഫ് ടോക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെ ലൈക്ക് ഇന്ന് നൈറ്റൊക്കെ നിങ്ങൾ ഉറങ്ങണതിന് മുന്നേ സെൽഫ് ടോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മളെ കാര്യങ്ങളൊക്കെ വേറെ ആരും സംസാരിക്കാനൊന്നും വേണ്ട, നമ്മളെ തന്നോട് സംസാരിച്ചാൽ മതി, വിഷയമൊന്നുമില്ല. സെൽഫ് അങ്ങോട്ട് ടോക്ക് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളുണ്ടായി സാരമില്ല, ഞാനെന്ത് ചെയ്തിട്ടാ, അങ്ങനെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. രണ്ടാമത്തേന്ന് പറയുമ്പോൾ എന്താ പറയുക അച്ചീവ്മെൻറ്റ്സിന് പോലും നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക.
സാരമില്ല, ഓക്കെ, നമ്മൾ ഇത്രയും കുഞ്ഞൊരു ഇതായിരിക്കാം. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഞാൻ കുറേ നാളായി പഠിച്ചിട്ട്, കുറേ ദിവസമായി പഠിക്കണം എന്ന് വിചാരിക്കുന്നു, പഠിച്ചിട്ട് ഇന്നൊരു 10 മിനിറ്റ് പഠിച്ച്, അതൊരു ചെറിയൊരു അച്ചീവ്മെൻ്റ് ആണ് അല്ലേ? അതെ, ആ ഒരു ചെറിയ അച്ചീവ്മെൻറ്റിൽ ഓക്കെ, ഇന്ന് നമുക്ക് എന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു മിഠായി നിനക്കിരിക്കട്ടെ, മേടിച്ച് തിന്നാം, അതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ്. പറയുമ്പോൾ അതിന് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ലൈക്ക് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഈ ആരൊക്കെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ലൈക്ക് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? കുറേ പേരുണ്ടാവുമല്ലേ, കോളേജിലെ ഫ്രണ്ട്സ്, സ്കൂളിലെ ഫ്രണ്ട്സ്, ഓഫീസിലെ ഫ്രണ്ട്സ് അല്ലേ, അല്ലെങ്കിൽ നാട്ടിലെ ഫ്രണ്ട്സ്, നാട്ടിലെ ഗ്യാങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ തന്നെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കി. ലൈക്ക് എൻ്റെ ഫ്രണ്ട് ഞാൻ തന്നെയാണ്. ഞാനൊരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ടിനെ ട്രീറ്റ് ചെയ്യണ പോലെ തന്നെ ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്ത് നോക്കിയേ. ബി യുവർ ഓൺ ഫ്രണ്ട്. വേറെ ആരും ബെസ്റ്റ് ഫ്രണ്ട് ആക്കണ്ട. നിങ്ങളുടെ സ്വന്തം ക്ലോസ് ഫ്രണ്ടിൽ ഒരാളായിട്ടിലേക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഫ്രണ്ട് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ബി യുവർ ഓൺ ഫ്രണ്ട് ആയി നോക്കിയേ, ഭയങ്കര ഒരു മാറ്റങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവോയ്ഡ് കമ്പാരിസൺ. എന്താ, മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നിർത്താം, പരിപാടി നിർത്തിക്കൂ. ലൈക്ക് ശരിയാണ്, നമ്മളങ്ങനെ കമ്പയർ ചെയ്ത് പോകും. പക്ഷെ എന്നാൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ കമ്പയർ ചെയ്യാനായിട്ട്. ലൈക്ക് അവനും കുറേ മിസ്റ്റേക്സ് പറ്റുണ്ടാവും, നമ്മൾ അറിയണില്ലല്ലോ, അവരുടെ മിസ്റ്റേക്സ് ഒന്നും മനസ്സിലാക്കണില്ലല്ലോ. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കമ്പയർ ചെയ്യുന്നതൊന്ന് നിർത്തി നോക്കിയേ, അവിടെ തന്നെ മാറ്റങ്ങൾ നമുക്ക് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞു മിസ്റ്റേക്സ് ആണെങ്കിൽ പോട്ടേ നോക്ക്, ഫോർഗീവ് ചെയ്യും. നമ്മളെ തന്നെ ഫോർഗീവ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളോടല്ലേ ഫോർഗീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞു മിസ്റ്റേക്ക് പറ്റിയാലും സാരമില്ല ഫിദേ, ഇറ്റ്സ് ഓക്കെ, നമ്മൾ ചെയ്യാം, റെഡിയാക്കാം എന്ന് ഫോർഗീവ് ചെയ്ത് നോക്കി, റെഡിയാകും. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് പോസിറ്റീവായിട്ടുള്ള അഫിർമേഷൻ ചെയ്ത് നോക്ക്. ലൈക്ക് ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, എന്നെ കൊണ്ട് പറ്റും. ഏതോ സിനിമയിലേക്ക്, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും സിനിമയിൽ മറ്റേ വിജയ് സൂപ്പറാണ് ഓക്കെ. അത് പറയുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടും നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലൈക്ക് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് നീ അടിപൊളിയാ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി തന്നെ ഉണ്ടാവും. ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹാപ്പിയാ. ലൈക്ക് നിങ്ങളുടെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കണേണ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റത് എന്ത് പറഞ്ഞിട്ടാ, മറ്റേ ഇന്നത്തെ ദിവസം പോക്കാം, ഇന്ന് എന്തൊക്കെ മണ്ടത്തരം ഞാൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എനിക്കിങ്ങനെ ആലോചിച്ച് നോക്കി, ആ ദിവസം പോയി. എന്നങ്ങനെയല്ല, ലൈക്ക് എണീറ്റിട്ട് ഇന്ന് അടിപൊളിയായിരിക്കും, ഇന്ന് ഞാൻ കലക്കും, ഇന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂക്ക് പൊളിക്കും എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. അവിടെ ശരിക്കും ആ ഒരു ഡേ മാറുന്നതും ആ ഒരു ലൈഫ് മാറുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഈ സെൽഫ് ക്രിറ്റിസിസവും സെൽഫ് കമ്പാഷനൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് അനാലിസിസ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് തീരാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി റിവൈൻഡ് അടിച്ചിട്ട് ഈ സെൽഫ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളേ ഉള്ളൂ എന്ന് ആ ഒരു ബോധ്യത്തോടെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് വെറുതെ ഒരു വീഡിയോ കണ്ട പോലെ ആക്കാണ്ട് ജസ്റ്റ് ലൈഫിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉയർച്ചയിലെത്താനായിട്ട് ഇത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഈ പറയുന്ന നേരത്തെ പോഡ്കാസ്റ്റിൽ പ്രോക്രാസ്റ്റിനേഷനും അതുപോലെ തന്നെ ഈ പോഡ്കാസ്റ്റിലുള്ള ഈ സെൽഫ് ക്രിറ്റിസിസവും അതുപോലെ തന്നെ സെൽഫ് കമ്പാഷൻ, ലൈക്ക് സെൽഫ് ക്രിറ്റിസിസം കുറച്ചിട്ട് സെൽഫ് കമ്പാഷൻ കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കാം. സോ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ.